ഭരണപരാജയത്തെക്കുറിച്ച് CPMൻ്റെ വിലയിരുത്തൽ നടക്കുകയാണ്. എല്ലാ ജില്ലകളിലും കഴിഞ്ഞു, കഴിഞ്ഞ ദിവസം സംസ്ഥാന കമ്മിറ്റിയിലും കഴിഞ്ഞു എന്ന് പറയുന്നു. അവിടെ പിണറായി വിജയൻ സഖാവിൻ്റെ മാതൃകയും അദ്ദേഹത്തിൻ്റെ ശൈലിയും ഒക്കെ പരാജയത്തിന് കാരണമായി എന്ന തരത്തിൽ വിലയിരുത്തപ്പെടുമ്പോൾ, ഇതേ ശൈലി ആവാഹിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ ഇത് കാണുന്നതാരാണെന്നും ആരുടെ മുന്നിലാണ് സംസാരിക്കുന്നതെന്നും കേരളം എത്രമേൽ ധാർഷ്ട്യവും അഹങ്കാരവും അംഗീകരിക്കുമെന്നും തിരിച്ചറിയപ്പെടാതെ ഒരു കൂട്ടം ഇത് കണ്ടു വളരുന്ന ആളുകൾ താഴെ രൂപപ്പെടുന്നു എന്നുള്ളത് പാർട്ടി കാണുന്നുണ്ടോ എന്നറിയില്ല. ടെലഫോണിലെ ഭാഷയിലും തെരുവിലെ ഭാഷയിലും മൈക്കിൻ്റെ മുന്നിലെ ഭാഷയിലും ചാനൽ ചർച്ചയിലുമൊക്കെ തങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് പറയുന്നവരെ ഏതു തരത്തിൽ കൈകാര്യം ചെയ്യണമെന്ന ആ ഭാഷയുടെ പുതിയ രൂപങ്ങളും ഭാവങ്ങളും തെരുവിൽ കാണുമ്പോൾ ഈ സംസ്ഥാനത്തെയും രാജ്യത്തെയും ജനങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതും നിഷേധിക്കുന്നതും അഹങ്കാരവും ധാർഷ്ട്യവുമാണെന്ന തിരിച്ചറിവ് താഴെ വരെ എത്തിക്കാൻ പാർട്ടി തയ്യാറാകേണ്ടത് വളരെ ആവശ്യമാണ്. കാലം കടന്നുപോയി. കൈപ്പിടിയിലൊതുക്കി കയ്യിൽ നിർത്താവുന്ന ആ കാലത്തിൻ്റെ ചുവരെഴുത്ത് മാഞ്ഞു തുടങ്ങി. അത് മായുന്നത് വലിയ നഷ്ടമാകുന്നതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്. തിരുത്തപ്പെടേണ്ടത് ഇത്തരം ചില സംഗതികളെ കൂടിയാണ്. ദേ ഈ വാക്കുകൾ കേട്ടില്ലേ? ഇവിടെ പറഞ്ഞതുപോലെ ഈ അധ്യാപകൻ രണ്ട് കാലില് ഈ അധ്യാപകനോടുത്ത് ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്തേക്ക് കയറുന്നില്ല എന്ന് പറയുന്നത് SFI ആണ്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാനുള്ള കഴിവും ഈ സംഘടനയ്ക്കുണ്ട് എന്ന് മനസ്സിലാക്കിപ്പോ SFI പറയുന്നത്. ഇവിടുത്തെ SFIയുടെ ഏരിയ കമ്മിറ്റി ഇവിടത്തേക്ക് മാർച്ച് നടത്തിയ ആവശ്യം ഇവിടെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ അധ്യാപകൻ ഈ ക്യാമ്പസിൽ കയറൂല. ഞങ്ങൾ കയറാൻ തീരുമാനിച്ചത് ഈ പറഞ്ഞതുപോലെ രമേശന്റെ മുറിക്കകത്തേക്കും ഈ പറഞ്ഞ പ്രിൻസിപ്പലിന്റെ മുറിക്കകത്തേക്കും ആണെങ്കിൽ ഈ പറഞ്ഞ പോലീസുകാർ മാത്രം മതിയാവൂല, 2 ആംബുലൻസ് കൂടി കൂട്ടി വിളിച്ചു വേണ്ടി വരും. പോലീസ് കൂട്ടി വിളിച്ചു ആ റൂമിനകത്തേക്ക് കയറി ഈ പറഞ്ഞ അധ്യാപകർ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ അടിച്ച് ആശുപത്രിയിലാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടൊക്കെ ചെയ്യുന്നില്ല. ഈ പറഞ്ഞ രീതിയിൽ ഈ ആവശ്യങ്ങൾ ഇവിടെ ഉന്നയിച്ച ആവശ്യങ്ങൾ നടപ്പിലാക്കണം എന്നുള്ളത് മാത്രമാണ് SFIയുടെ ആവശ്യം. ഈ അനിയൻ പറയുന്ന വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. മാതാപിതാക്കൾക്ക് ഈ എല്ലാ ശാന്തതയോടെയും നിസ്സഹായതയോടെയും നിരാലംബരായും ജനിച്ചു വീഴുന്ന നമ്മളെയൊക്കെ പോലെ ജനിച്ച ഒരു കുഞ്ഞായിരുന്നിരുന്നു യവനും ബാല്യത്തിൽ. പിന്നീട് വളർന്നു വന്ന് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെയോ രാഷ്ട്രീയ ചിന്തകളുടെയോ ഭാഗമാവുമ്പോൾ അവൻ എങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടി വരുന്നത് എന്നതിൻ്റെ ഭാഷയാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ആലപ്പുഴയിൽ അവലും മലരും കരുതി വെച്ചോളൂ, കുന്തിരിക്കം കരുതി വെച്ചോളൂ എന്ന് തോളിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച പ്രായപൂർത്തിയാകാത്ത ഒരു കൊച്ചിനെയും അത് പ്രായപൂർത്തിയാകാത്തതുകൊണ്ട് അവനെ പ്രസവിച്ച മാതാപിതാക്കളെയും പഠിപ്പിച്ചവരെയും അയലത്തുകാരെയും ബന്ധുക്കളെയും അടക്കം അറസ്റ്റ് ചെയ്ത് കരുത്ത് കാട്ടിയ സംസ്ഥാനത്ത് ഈ പോലീസ് സേനയിലുള്ളവർ നിശബ്ദരായി നോക്കി നിൽക്കെ നടത്തുന്ന ഈ പ്രഭാഷണം യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി വിലയിരുത്തുന്നത് എന്താണ്? അത് പാർട്ടിക്ക് ഗുണകരമാണെന്നാണോ? ഇങ്ങനെ പ്രസംഗം നടത്തുന്നതിലൂടെ ചിലപ്പോൾ ആ കൂടെ നിൽക്കുന്ന 10 പിള്ളേർക്ക് ആവേശമോ അല്ലെങ്കിൽ അവിടെ കൂടി നിൽക്കുന്ന കുറച്ച് പേർക്ക് സന്തോഷമോ ഉണ്ടാകുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇത് കേൾക്കുന്ന പൊതുസമൂഹം ഈ ധാർഷ്ട്യത്തെ അംഗീകരിക്കുമെന്നാണോ? യഥാർത്ഥത്തിൽ ഈ തോൽവിയിൽ വലിയ ഒരു പങ്ക് വഹിച്ചത് ഈ തുടർഭരണത്തിൻ്റെ ധാർഷ്ട്യങ്ങളായിരുന്നു എന്നതാണ് സത്യം. ഒരു പിണറായി വിജയൻ്റെ ഭാഷ ചിലപ്പോൾ ആളുകൾ സഹിച്ചേക്കും. കാരണം അത്രമേൽ അടിയന്തരാവസ്ഥയിലടക്കം ത്യാഗം ചെയ്ത വളരെ സീനിയറായിട്ടുള്ള ഒരു നേതാവെന്നുള്ള നിലയിൽ. എന്നാൽ ആ പിണറായി ഭാഷ പാലുകുടി മാറാത്ത കുഞ്ഞുങ്ങളും ആ രൂപവും ഭാവവുമൊക്കെ താഴെ വരെ അവതാരങ്ങളെന്നൊരിക്കൽ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചതുപോലെ അത്തരം അവതാരങ്ങളായി മാറിയാൽ ജനം നിശബ്ദമായി ചിലപ്പോൾ അധികാരത്തെ ഭയന്നും തിരിച്ചടിയെ ഭയന്നും കാത്തിരിക്കുമെങ്കിലും അവർ ബാലറ്റ് പേപ്പറിൽ പണിഞ്ഞു കളയും. അങ്ങനെ പണിഞ്ഞതാണ് പശ്ചിമ ബംഗാളിൽ കണ്ടത്. അങ്ങനെ പണിഞ്ഞതാണ് അയോധ്യയിൽ ഈ ഇലക്ഷനിൽ BJPക്ക് കിട്ടിയത്. അങ്ങനെ പണിഞ്ഞതാണ് ത്രിപുരയിൽ കണ്ടത്. അങ്ങനെ പണിഞ്ഞതാണ് കോൺഗ്രസ് തുടർച്ചയായി ഭരിച്ചിരുന്ന പല സ്റ്റേറ്റുകളിലും ഉണ്ടായത്. അതായത് അധികാര തുടർച്ചയിൽ അഹങ്കാരികളായി അഹങ്കാരത്തിൻ്റെ ഭാഷ അതെവിടെയും സംസാരിക്കുകയും ആരെയും ഭീഷണിപ്പെടുത്തുകയും ആരെയും എന്ത് കാര്യത്തിനും തങ്ങൾ ഉന്നം വെക്കുന്നത് പോലെ കൈകാര്യം ചെയ്തു കളയാമെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ശൈലി എങ്ങനെയാണ് ഈ പറഞ്ഞ നിയമവാഴ്ചയ്ക്കും പൊതുസമൂഹത്തിൻ്റെ സ്വീകാര്യതയ്ക്കും ഗുണകരമാവുന്നത്? യഥാർത്ഥത്തിൽ ഇത്തരമൊരു പ്രഭാഷണം പുറത്തു വന്നാൽ ഒരു ജനാധിപത്യ ബോധമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിൽ
ഇന്നലെ വൈകിട്ട് 6 മണിക്ക് അവൻ ആദ്യം പാർട്ടിയിൽ നിന്ന് പുറത്തു പോകണം ഈ ഭാഷ സംസാരിച്ചതിന്. 2, അവൻ സ്റ്റേഷനിലാവുകയും വേണം പൊതുസമൂഹത്തിൽ ഇത്തരം ഭീഷണി മുഴക്കിയതിന്. രാഷ്ട്രീയ പ്രവർത്തനം നടത്താം, അത് നല്ലതാണ്. പക്ഷേ ഇതുപോലെയുള്ള ശ്രദ്ധയിൽപ്പെടുന്നതും പെടാത്തതുമായ 10,000-കണക്കിന് ആളുകൾ ഈ ഇലക്ഷനിൽ ഈ പാർട്ടിയുടെ തോൽവിക്കൊരു പങ്ക് വഹിച്ചു എന്നുള്ളത് വളരെ സത്യമാണ്. ചില MLA-മാരടക്കം. ഒരിക്കൽ ജയിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്തൊരു ഭാഷയാണ് അവർ പ്രയോഗിക്കുന്നത്, എന്തൊരു മര്യാദയില്ലാതെയാണ് വർത്തമാനം പറയുന്നത്. അതൊക്കെ ആര് ക്ഷമിക്കുമെന്നാണ്? ചിലപ്പോൾ പ്രോട്ടോക്കോളിൻ്റെയോ ബഹുമാനത്തിൻ്റെയോ പേരിലൊക്കെ മൗനമായി ഇരിക്കുമെന്നല്ലാതെ പണിയാൻ കഴിയുന്നിടത്തെല്ലാം അവർ തിരിച്ചു പണിഞ്ഞു കളയും. അത് തിരിച്ചടിയാവുകയും ചെയ്യും.